ഹലോ ഗൈസ്, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആൻസിസിലെ അഞ്ചാമത്തെ പ്രോബ്ലമാണ്. അഞ്ചാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതുവരെ ചെയ്തത് നമ്മൾ എന്തായിരുന്നു, സ്റ്റാറ്റിക് സ്ട്രക്ചറലായിരുന്നു. ഇത് ലോഡ് വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതൊരു കാൻഡിലിവർ ബീമിൽ ലോഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാറ്റിക് സ്ട്രക്ചറലായിരുന്നു എന്ത് അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നത്. ഇവിടെ ഇനി അഞ്ചാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ വെച്ചിട്ടാണ്. അതായത് ഒരു മെറ്റീരിയലിൻ്റെ ഒരു സൈഡിൽ ടെമ്പറേച്ചർ ഇത്ര ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ സൈഡിലേക്ക് എങ്ങനെയാണ് ആ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ കിട്ടണമെന്നൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലമാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാറ്റിക് സ്ട്രക്ചർ അല്ല ഉപയോഗിക്കേണ്ടത്. ഇവിടെ അനാലിസിസ് സിസ്റ്റത്തിൽ സ്റ്റഡി സ്റ്റേറ്റ് തെർമൽ എടുക്കുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട് വന്നു. ഇതിലെന്ത് ചെയ്യുക, ആദ്യം തന്നെ എന്ത് ചെയ്യുക, എഞ്ചിനീയർ ഡാറ്റ സ്റ്റാറ്റിക് സ്ട്രക്ചറിൽ ഇല്ലേ നോക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ എഞ്ചിനീയർ ഡാറ്റ സോഴ്സിൽ നിന്ന് ഇൻസേർട്ട് ചെയ്തിടുക. ഇതിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ജോമെട്രിയാണ്. ജോമെട്രീനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡിസൈൻ മോഡലർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, XY പ്ലെയിൻ എന്ത് ചെയ്യുക, ഞാൻ ലുക്ക് അറ്റ് ഫേസ് കൊടുത്തു. ഓക്കെ, ഇനി ഇതിൽ സ്കെച്ചിങ് വരയ്ക്കാം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ വരച്ച പ്രോബ്ലത്തിൽ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ഇവിടെ നമുക്ക് ആകെ തിക്നെസ് മാത്രമേ തന്നിട്ടുള്ളൂ, ഒരു വാളിൻ്റെ തിക്നെസ് മാത്രം. അതായത് 150 mm ആണ് തന്നത്. അപ്പോൾ അതിൻ്റെ തിക്നെസ് മാത്രമേ തന്നിട്ടുള്ളൂ, ബാക്കിയൊന്നും തന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു തിക്നെസ് എന്നാണ് നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാനുള്ള ഒരു വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് മറ്റേതൊന്നും തരാത്ത കാരണം എന്ത് ചെയ്യുക, അത് യൂണിറ്റ് ആയിട്ട് കൊടുക്കുക. അതായത് 1 മീറ്റർ ആയിട്ട് കൊടുക്കുകയാണ് ബാക്കിയുള്ള ലെങ്ത്തോള്. എന്നിട്ട് എന്ത് ചെയ്യുക, 150 mm എക്സ്ട്രൂഡ് ചെയ്യുക. അതായത് 0.15 മീറ്ററിൽ എക്സ്ട്രൂഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യുക, റെക്റ്റാങ്കിൾ വാളാണല്ലോ, അപ്പോൾ റെക്റ്റാങ്കിൾ എടുക്കുക. ഈ ഒരു പോയിൻ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഇത് വരച്ചിടുക. ഇനി ഡയമെൻഷനിൽ പോവുക, ജനറൽ തന്നെ. അതിൽ ഡയമെൻഷൻ ലൈന് മാർക്ക് ചെയ്യുക. ഡീറ്റെയിൽസിൽ എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഡയമെൻഷനോ എന്ന് പറയുന്നത് 1 മീറ്ററും ഇതും 1 മീറ്ററാക്കി കൊടുക്കുക. അതുകൊണ്ടൊന്ന് എന്ത് ചെയ്യുക, സൂം ചെയ്യുക. ഇനി നമുക്ക് എക്സ്ട്രൂഡാണ് ചെയ്യേണ്ടത്. എക്സ്ട്രൂഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, എക്സ്ട്രൂഡ് ടൂളിൽ ഉപയോഗിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി ഈ ഒരു സ്കെച്ച് സെലക്ട് ആയിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡെപ്ത്ത് കൊടുക്കേണ്ട, അതായത് നമുക്ക് എത്രത്തോളം എക്സ്ട്രൂഡ് ചെയ്യേണ്ട ഡെപ്ത്ത് എന്ന് പറയുന്നത് 0.15 മീറ്ററിൽ എന്ത് ചെയ്യുക, എക്സ്ട്രൂഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിപ്പോൾ എക്സ്ട്രൂഡ് വന്നിട്ടില്ല, ജനറേറ്റ് കൊടുത്താലാണ് എക്സ്ട്രൂഡ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കാണ് കിട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇനി നമുക്ക് ഇതിലേക്ക് പോവാം. വർക്ക് ബെഞ്ചിലേക്ക് വന്നു. ഇനി അടുത്തത് ചെയ്യാനുള്ളത് മോഡലിംഗ് ആണ്. മോഡലിംഗ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മോഡലിംഗ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പഴയ പോലെ തന്നെ എന്ത് ചെയ്യുക, ജോമെട്രിയിൽ പോവുക. സോളിഡ് എന്ത് ചെയ്യുക, സ്റ്റാറ്റിക് സ്ട്രക്ചർ അല്ലേ നോക്കുക. അതായത് സ്ട്രക്ചർ സീലല്ലേ നോക്കുക. ഇനി അടുത്തത് മെഷാണ് ചെയ്യേണ്ടത്. മെഷ് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ ഒരു ഇതിൽ റെലവൻസ് സെൻറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഞാൻ ഡയറക്റ്റ് കൊടുക്കുകയാണ്. റെലവൻസ് സെൻറ്റർ ഫൈനാക്കി കൊടുക്കണം. ഇവിടെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത കാരണം ഡയറക്റ്റ് സോൾവ് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മെഷ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇവിടെ പ്രോബ്ലത്തിൽ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വാളിൻ്റെ ഇന്നർ സർഫസിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 650 അതിൽ ഔട്ടർ സർഫസിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 150 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇവിടെ മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടക്ടിവിറ്റിയാണ് തന്നത്. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 60.5 ആണ്. അത് നമുക്ക് ഇതിൽ സ്ട്രക്ചറൽ സ്റ്റീലാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ സ്ട്രക്ചറൽ സ്റ്റീലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 16.5 ആണ്. അതുകൊണ്ട് നമുക്കത് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിലെ ഇന്നർ സർഫസിലെ ടെമ്പറേച്ചർ 650 കൊടുക്കണം, ഔട്ടർ സർഫസ് 150 കൊടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിലെ ഇന്നർ സർഫസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ ചൂസ് ചെയ്യണത്, ഔട്ടർ സർഫസ് അപ്പുറത്തും. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ, നേരത്തെ സ്റ്റാറ്റിക് സ്ട്രക്ചറിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്തില്ല, അതേപോലെ തന്നെയാണ് ഇതിൽ സ്റ്റഡി സ്റ്റേറ്റ് തെർമലിൽ എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് കൊടുക്കുക. ഇതിൽ ടെമ്പറേച്ചറും അങ്ങനത്തെ കാര്യങ്ങളാണ് കാണിക്കുക. അപ്പോൾ ടെമ്പറേച്ചർ കൊടുക്കുക. അതിലെന്ത് ചെയ്യുക, ഈ ഒരു ഫേസ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഫേസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഫേസ് സെലക്ട് ചെയ്തിട്ട് അപ്ലൈ കൊടുക്കുക. ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ കൊടുക്കേണ്ടത് എത്രയാണ്, 650 ഡിഗ്രി ഇവിടെ കൊടുക്കുക. ഇനിയിപ്പോൾ ചിലപ്പോൾ ഈ ഒരു ഡിഗ്രി എന്ന് പറയുന്ന ഓപ്ഷൻ ചിലപ്പോൾ കെൽവിനിലായിട്ട് ഡിഫോൾട്ട് എടുക്കുക. അപ്പോൾ ആ ടൈമിൽ എന്ത് ചെയ്യുക, ഇത് യൂണിറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യണം. യൂണിറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് ഈ ചിലപ്പോൾ മറ്റേ 2020 വേർഷനിൽ ഇവിടെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ ഇവിടെയാണ് യൂണിറ്റ് എന്ത് ചെയ്യുക, ഇവിടെ
ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സെൽഷ്യസിൽ തന്നെ ആക്കിയിടുക. ഓക്കെ, അപ്പോൾ 650 ഡിഗ്രി ഇന്നർ സർഫസ് ഞാൻ കൊടുത്തു. ഇനി കൊടുക്കേണ്ടത് അപ്പുറത്തെ സർഫസാണ്. അപ്പോൾ എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ടെമ്പറേച്ചർ എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് അപ്പുറത്തെ സർഫസ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ കൊടുക്കുക. ഇവിടെ നമുക്ക് ഔട്ടർ സർഫസിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 150 ഡിഗ്രിയാണ് കൊടുക്കുക. അപ്പോൾ രണ്ട് സർഫസിലും ടെമ്പറേച്ചർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചാണ് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ളത് ഹീറ്റ് ഫ്ലക്സും ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക, സൊല്യൂഷനിൽ പോവുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട് കൊടുക്കുക. ഇൻസേർട്ടിൽ തെർമലിൽ പോയി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഉണ്ട്, അതായത് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനാണ് ഉദ്ദേശിക്കുന്നത്. ടെമ്പറേച്ചർ എടുക്കുക. ഇനി എന്ത് ചെയ്യുക, പിന്നെ ചോദിച്ചാൽ ഹീറ്റ് ഫ്ലക്സ് ആണ്. ഹീറ്റ് ഫ്ലക്സ് എന്ത് ചെയ്യുക, ഇവിടെ ടോട്ടൽ ഹീറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത്, അതായത് തെർമലിൽ തന്നെ ടോട്ടൽ ഹീറ്റ് ഫ്ലക്സ് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഇത് എന്ത് ചെയ്യുക, സോൾവ് കൊടുക്കുക. ഓക്കെ, ലോഡാവുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനും ടോട്ടൽ ഹീറ്റ് ഫ്ലക്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു 5ാമത്തെ പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആൻസേഴ്സിലെ ലാസ്റ്റ് പ്രോബ്ലമാണ്, 6th പ്രോബ്ലം. അതും സ്റ്റഡി സ്റ്റേറ്റ് തെർമൽ തന്നെയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു വാളിൽ ഒരു ഇന്നർ സർഫസിൽ ഒരു ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു, ഔട്ടർ സർഫസിൽ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. അതിൽ തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനാണ്. ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് രണ്ട് വാള് കോമ്പോസിറ്റ് ആക്കി വെച്ചിട്ട് ആ ഒരു കോമ്പോസിറ്റ് വാളിൻ്റെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനാണ്. അതിലെ രണ്ട് വാളിൻ്റെയും പ്രോപ്പർട്ടികൾ വ്യത്യാസമുണ്ട്. രണ്ട് മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് സ്ട്രക്ചർ നമുക്ക് ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല ഇൻസേർട്ട് ചെയ്യേണ്ടത്. നമ്മൾ പുതിയൊരു മെറ്റീരിയലാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അതായത് നമുക്കിവിടെ കണ്ടക്ടിവിറ്റി വേറൊരു വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് കണ്ടക്ടിവിറ്റി എയുടെ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 50ഉം ബിയുടെ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 10ഉമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇതൊന്ന് കോമ്പോസിറ്റ് വാളായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, സ്റ്റാറ്റിക് സ്ട്രക്ചറിലോ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ ഉപയോഗിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, പുതിയതായിട്ടൊരു ഒരു മെറ്റീരിയൽ ഡിഫൈൻ ചെയ്യണം. അതിനായിട്ട് നമുക്ക് വരച്ചു തുടങ്ങാം. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ എന്ത് ചെയ്യുക, എഞ്ചിനീയറിംഗ് ഡാറ്റ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യണം, നമുക്ക് ഒരു പുതിയൊരു മെറ്റീരിയൽ ആഡ് ചെയ്യണം. അതിനായിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ നെയിമിങ് ഞാൻ കൊടുക്കുന്നത് എ എന്നാണ്. എൻ്റർ അടിച്ചു. അപ്പോൾ എ എന്ന് പറയുന്ന മെറ്റീരിയൽ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ഇതിനൊന്നും പ്രോപ്പർട്ടി ഇല്ല. അപ്പോൾ ഇത് നമുക്കിവിടെ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. അതായത് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞത് തന്നിട്ടുണ്ട് 50. അതിൽ എയുടെ കണ്ടക്ടിവിറ്റി 50ഉം ബിയുടെ കണ്ടക്ടിവിറ്റി 10ഉമാണ്. അപ്പോൾ ഇതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി നമുക്ക് പ്രോപ്പർട്ടി ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തെർമലിൽ എന്ത് ചെയ്യുക, ഐസോട്രോപിക് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ തെർമൽ കണ്ടക്ടിവിറ്റി ഇവിടെ വന്നിട്ടുണ്ട്. ഇതിലെന്ത് ചെയ്യുക, ഇതിൻ്റെ നമുക്ക് തന്നാണ് യൂണിറ്റ് ഏതാണെന്ന് നോക്കുക. യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് പെർ മീറ്റർ കെൽവിനാണ്. ഇവിടെ നോക്കിയേ, യൂണിറ്റ് നമുക്ക് ഇവിടെ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് വാട്ട് പെർ മീറ്റർ സെൽഷ്യസാണ്. ഇതെന്ത് ചെയ്യുക, യൂണിറ്റ് ഒന്ന് മാറ്റി കെൽവിനിലേക്ക് ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൽ വാല്യൂ കൊടുക്കുക. വാല്യൂ എന്ന് പറയുന്നത് 50 ഇത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എന്ന് പറഞ്ഞ മെറ്റീരിയലിന് തെർമൽ കണ്ടക്ടിവിറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു മെറ്റീരിയൽ കൂടി ഇൻസേർട്ട് ചെയ്യണം. അതിനായിട്ട് എന്ത് ചെയ്യുക, ഞാൻ ബി എന്ന് പറഞ്ഞിട്ട് അതിന് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, ബിക്കും തെർമൽ കണ്ടക്ടിവിറ്റി ഇൻസേർട്ട് ചെയ്യുക. യൂണിറ്റ് മാറ്റുക, കെൽവിനിലേക്ക് ആക്കുക. ഇതിൽ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ് നമ്മുടെ തെർമൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ട് മെറ്റീരിയൽ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, പ്രൊജക്റ്റിലേക്ക് പോവുക. എന്ത് ചെയ്യുക, അടുത്തതിന് ജോമെട്രി എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഡിസൈൻ മോഡൽ ഓപ്പൺ ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസൈൻ മോഡൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, XY പ്ലെയിൻ എടുക്കുക, ലുക്ക് അറ്റ് ഫേസ് കൊടുക്കുക. ഇവിടെ നമുക്ക് തന്ന ഡൈമെൻഷൻ എന്ന് പറയുന്നത്, ഇവിടെ ആകെ നമുക്ക് തന്നത് എ എന്ന് പറഞ്ഞ മെറ്റീരിയലിൻ്റെ തിക്നെസ് 10 മീറ്ററും ബി എന്ന് പറഞ്ഞ മെറ്റീരിയലിൻ്റെ തിക്നെസ് 5 മീറ്ററുമാണ്. അപ്പോൾ വേറൊരു ഡൈമെൻഷൻ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഡൈമെൻഷൻ എന്ത് ചെയ്യുക, യൂണിറ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, സ്കെച്ചിൽ പോയി റെക്റ്റാങ്കിളാണ് എടുക്കുന്നത്, റെക്റ്റാങ്കുലർ ബ്ലോക്കാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഇതിനൊരു റെക്റ്റാങ്കിൾ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഡയമെൻഷൻ എന്ന് പറയുന്നത് ജനറലിൽ എന്ത് ചെയ്തു, ഡയമെൻഷൻ ലൈനോൾ മാർക്ക് ചെയ്തു. അത് ഡീറ്റെയിൽസിൽ പോയിട്ട് എന്ത് ചെയ്തു, 1 മീറ്ററും ഇതും 1 മീറ്റർ ആക്കി കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് കൊടുക്കേണ്ടത് എക്സ്ട്രൂഡാണ്. എക്സ്ട്രൂഡിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഞാൻ ആദ്യം തന്നെ എയുടെ മെറ്റീരിയലാണ് എക്സ്ട്രൂഡ് ചെയ്യണത്. അതായത് എ എന്ന് പറയുന്നത് 10 മീറ്ററാണ്. അപ്പോൾ എക്സ്ട്രൂഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, ഈ സ്കെച്ച് തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക, 10 മീറ്റർ എക്സ്ട്രൂഡ് ചെയ്യുക, ജനറേറ്റ് കൊടുക്കുക.
ഓക്കെ. അപ്പോൾ അങ്ങനെ 10 മീറ്റർ എക്സ്ട്രൂഡ് വന്നിട്ടുണ്ട്. 10 മീറ്റർ എക്സ്ട്രൂഡ് വന്നിട്ടുണ്ട്. ഓക്കെ, 10 മീറ്റർ എക്സ്ട്രൂഡ് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇതിനെ കോമ്പോസിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ഇപ്പോൾ എ വരച്ചല്ലോ, അപ്പോൾ ഈ ഒരു എ തന്നെ എന്ത് ചെയ്യണം, ബി നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യണം. അതായത് സെയിം തന്നെ, അതായത് യൂണിറ്റ് തന്നെ, ഇത് 1 മീറ്റർ തന്നെയാണ് ഇത്. അതിൽ ആ ഒരു തിക്നെസ് മാത്രം മാറ്റം വരും. അപ്പോൾ ഇതിനെ എക്സ്ട്രൂഡ് കൊടുക്കുക. ഈ ഒരു എന്ത് ചെയ്യുക, ജോമെട്രി എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഈ ഫേസ് സെലക്ട് ചെയ്യുക. അതായത് ഫേസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇത് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഫേസ് സെലക്ട് ചെയ്തിട്ട് അപ്ലൈ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഓപ്പറേഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് ഇതിപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഒറ്റയടിക്ക് 15 മീറ്റർ എക്സ്ട്രൂഡ് ആവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു ഒരു സ്പ്ലിറ്റിങ് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആഡ് മെറ്റീരിയലിന് പകരം എന്ത് ചെയ്യുക, ആഡ് ഫ്രോസൺ കൊടുക്കുക. അപ്പോൾ ഒരു സെപ്പറേഷൻ വരും. അതായത് നമ്മൾ കൊടുക്കണ ഈ ഒരു 2 എക്സ്ട്രൂഡും തമ്മിൽ ഒരു സെപ്പറേഷൻ വരും. അപ്പോൾ എന്ത് ചെയ്യുക, പിന്നെ കൊടുക്കാനുള്ളത് വെക്ടറാണ്. അതായത് ഏത് ഡയറക്ഷനിലേക്കാണെന്ന് അത് ഞാൻ എന്ത് ചെയ്തു, ഈ ഡയറക്ഷനിൽ കൊടുത്തു. ഈ ഒരു ആക്സിസ്, അതായത് സെഡ് ആക്സിസ് എന്ത് ചെയ്തു കൊടുത്തു. പിന്നെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങടല്ല, ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ അതേ കണ്ട എക്സ്ട്രൂഡ് ആയി വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് എന്ത് ചെയ്യുക, ജനറേറ്റ് കൊടുക്കുക. കണ്ടില്ലേ, അപ്പോൾ ഒരു സെപ്പറേഷൻ വന്നു, രണ്ടും തമ്മിലൊരു സെപ്പറേഷൻ വന്നു. അല്ലെങ്കിൽ ഇത് ഒറ്റയടിക്ക് ഒരൊറ്റ കളറിൽ എന്ത് ചെയ്യും, 15 മീറ്റർ എക്സ്ട്രൂഡ് ആവുള്ളൂ. അയ്യോ, ഇതിലൊരു കാര്യം ഞാൻ വിട്ടുപോയി. ഇത് ഞാൻ 10 മീറ്ററിൽ തന്നെയാണ് എക്സ്ട്രൂഡ് ചെയ്തത് ഡെപ്ത്ത്. ഇതൊന്ന് എന്ത് ചെയ്യുക, എക്സ്ട്രൂഡ് ടൂല് പോയിട്ട് ഒന്ന് ചേഞ്ച് ചെയ്യണം. 5 മീറ്ററാണ് കൊടുക്കേണ്ടത്, ഞാൻ വിട്ടുപോയി. ഓക്കെ, അപ്പോൾ 5 മീറ്ററിൽ എക്സ്ട്രൂഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ജനറേറ്റ് കൊടുക്കുക. അപ്പോൾ 5 മീറ്ററിൽ എക്സ്ട്രൂഡ് ആയിട്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇനി നമുക്ക് വേണ്ടത് ഡിസൈൻ മോഡൽ. ഇതാണ് ഏത് മോഡലിംഗ് ആണ് വേണ്ടത്. ജോമെട്രി കംപ്ലീറ്റ് ആയിട്ട് മോഡലിംഗ് എടുക്കുക. ഓക്കെ, മോഡലിംഗ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതൊക്കെ പഴയ പോലെ തന്നെ. ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മറ്റേത് നമ്മൾ എന്ത് ചെയ്തു, ജോമെട്രിയിൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരൊറ്റ സോളിഡാണ് കാണിക്കാമല്ലോ. ഇതിൽ നമ്മൾ 2 സോളിഡ്, അതായത് ആ ഒരു ആഡ് ഫ്രോസൺ കൊടുത്ത കാരണമാണ് 2 സോളിഡ് വന്നത്. അപ്പോൾ ഇതിൽ ഡിഫോൾട്ടായിട്ട് എന്താണ്, സ്ട്രക്ചറൽ സ്റ്റീലാണ് അസൈൻ ആയിരുന്നത്. നമുക്ക് ആവശ്യം എ ആണ്. നമ്മൾ 2 പുതിയ മെറ്റീരിയൽ ആഡ് ചെയ്തുല്ലോ, അപ്പോൾ അതൊന്ന് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മളെ എ എന്ന് പറയുന്ന മെറ്റീരിയൽ, അല്ല എ എന്ന് പറയുന്ന ജോമെട്രി. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം, നമുക്ക് മെറ്റീരിയൽ എ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക, സ്ട്രക്ചറൽ സ്റ്റീലിൽ ഈ ഒരു ആരോ ബട്ടൺ നിൽക്കി കഴിഞ്ഞാൽ ഇവിടെ എ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, എ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അടുത്ത സോളിഡ് എടുക്കുക. അടുത്ത സോളിഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ എന്ത് ചെയ്യുക, ഡിഫോൾട്ടായിട്ട് സ്ട്രക്ചർ സ്റ്റീലാണ്. അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ബി ആക്കി കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്തു, 2 മെറ്റീരിയൽ. അതിപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് എ എന്നും, അതായത് അതിൻ്റെ കണ്ടക്ടിവിറ്റി 50 വാട്ട് പെർ മീറ്റർ കെൽവിനും, ഇതിൻ്റെ ബിയും അതിൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 10 വാട്ട് പെർ മീറ്റർ കെൽവിനുമാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഈ ജോമെട്രി ഒന്ന് മൈനസ് ചെയ്യുക. ഇനി അടുത്തത് മെഷാണ് വേണ്ടത്. മെഷ് എന്ത് ചെയ്യുക, ഇതിൽ പറഞ്ഞല്ലോ, ഇത് സൈസിങ് മാറ്റണം. ഞാൻ ഡയറക്റ്റ് സോൾവ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ സൈസിങ് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് എയുടെ ഇപ്പുറത്തെ ഭാഗത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 800 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബിയുടെ ഇപ്പുറത്തെ ഭാഗത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇതിലെ എ എന്ന് പറയുന്നത് ഇതല്ലേ, എയുടെ ഇപ്പുറത്ത് ഈ ഒരു ഫേസിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 800 ആണ്. അപ്പോൾ അത് കൊടുക്കാനായിട്ട് എന്ത് ചെയ്യുക, ടെമ്പറേച്ചർ ഈ സ്റ്റഡി സ്റ്റേറ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് കൊടുക്കുക. അതിലെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുക, ഞാൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫേസ് സെലക്ട് ചെയ്തു. ഫേസ് ഇത് സെലക്ട് ചെയ്യണം. എന്നിട്ട് ഫേസ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് അപ്ലൈ കൊടുത്തു. അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 800 ഡിഗ്രി സെൽഷ്യസ്. എന്നിട്ട് എന്ത് ചെയ്തു, ഇനി അടുത്ത ടെമ്പറേച്ചർ ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് ഇനി കൊടുക്കേണ്ട ഫേസ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ബിയുടെ ഇപ്പുറത്തെ ടെമ്പറേച്ചർ, അതായത് ബിയുടെ ഇപ്പുറത്തെ ഫേസാണ് 100 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്തിട്ട് അപ്ലൈ കൊടുത്ത് എന്ത് ചെയ്തു, ഞാൻ 100 ഡിഗ്രി സെൽഷ്യസ് കൊടുത്തു. അപ്പോൾ 2 ടെമ്പറേച്ചർ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്, ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ആകെ ഹീറ്റ് ട്രാൻസ്ഫർ മാത്രമേ നമുക്ക് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്താണ്, ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇൻസേർട്ടിൽ പോയിട്ട് ടെമ്പറേച്ചർ കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്തു, സോൾവ് ചെയ്തു. ആകെ ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ അതില്ലേ, സോൾവ് ചെയ്തു. ലോഡിംഗ് ആണ്.
അപ്പോൾ നമുക്ക് ഈ ഒരു തരത്തിൽ അതിൻ്റെ സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 6ാമത്തെ പ്രോബ്ലം കഴിഞ്ഞു. അപ്പോൾ ആൻസിസിൻ്റെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.